ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൽ അവിടുന്ന് ഒരു ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് മുമ്പ് കാലത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പറമ്പ് കച്ചവടം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം കച്ചവടം നടത്തുന്നു. അദ്ദേഹം വലിയ തഖ്വയുള്ള ഭക്തിയൊക്കെയുള്ള വ്യക്തിയായിരുന്നു. ആ പറമ്പ് വാങ്ങിയ വ്യക്തിയും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു. പറമ്പ് വാങ്ങിയതിന് ശേഷം വാങ്ങിയ ആൾ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറമ്പിൽ കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പറമ്പിൽ നിന്ന് ഒരു വലിയ ചെമ്പ് കിട്ടി, ഒരു വലിയൊരു പാത്രം. അത് നിറയെ സ്വർണങ്ങളാണ്, നിധിയാണ്. ആ നിധി കിട്ടിയപ്പോൾ അവിടെ അദ്ദേഹം ചിന്തിച്ചത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അതായത് ഈ സ്വർണം, ഈ നിധി, ഇത് എനിക്ക് അവകാശപ്പെട്ടതാണോ അല്ലേ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. നമ്മളെപ്പോലത്തവരായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ നമ്മുടെ ഒരു പ്രതികരണം? അദ്ദേഹം ആ നിധി കിട്ടിയപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് അനുവദനീയമായ കാര്യം തന്നെ ആയിരിക്കുമോ, ഞാനിതിൽ കുറ്റക്കാരനായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറമ്പ് കച്ചവടം നടത്തിയ ആ വ്യക്തിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുകയാണ്, സഹോദരാ, നിങ്ങളെനിക്ക് വിറ്റ, എനിക്ക് തന്ന ആ പറമ്പിൽ ഞാൻ പണിയെടുത്തു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചെമ്പ് നിറയെ സ്വർണം അതിലുണ്ട്. എനിക്കത് കിട്ടിയിരിക്കുന്നു. അത് പക്ഷേ ഞാൻ നിങ്ങളോട് പറമ്പ് സ്ഥലം മാത്രമാണല്ലോ വാങ്ങിയത്, സ്വർണം ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ സ്വർണം അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് എൻ്റേതായിരിക്കില്ല, അത് നിങ്ങൾക്കുള്ളതായിരിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ കച്ചവടം നടത്തിയ വ്യക്തിയും അതുപോലെ തന്നെ വലിയ സത്യസന്ധതയും വലിയ ഭക്തിയും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളും ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടിയോ, അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലവും ആ സ്ഥലത്തിലുള്ള എല്ലാം ആണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ സ്വർണം എൻ്റേതാണ് എന്ന് പറയുന്നത് ശരിയല്ല. അത് ഞാൻ നിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും അതിലുള്ളതൊക്കെ നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ എടുക്കണം, അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്, അത് എൻ്റേതല്ല, എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിനക്ക് സമാധാനം ആകുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി മൂന്നാമതൊരു മധ്യസ്ഥനിലേക്ക് കാര്യം ഏൽപ്പിക്കുകയാണ്. ഒരു വിധികർത്താവിനെ നിയമിക്കുകയാണ്. ആ വിധികർത്താവിൻ്റെ അടുക്കൽ പോയിട്ട് പറയാണ്, ഇന്ന പോലെ സംഭവം നടന്നിട്ടുണ്ട്, ഞാൻ പറമ്പ് വാങ്ങി, പക്ഷെ അതിൽ ഒരു ചെമ്പ് നിറയെ സ്വർണം, ഇദ്ദേഹം അതെനിക്ക് വിറ്റു, അദ്ദേഹം പറയുന്നു അത് നിങ്ങളുടേതാണെന്നൊക്കെ എന്നോട് പറയുന്നു, പക്ഷെ എനിക്കതൊരു സമാധാനമാകുന്നില്ല, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റക്കാരനാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ വിധികർത്താവും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മളെപ്പോലത്തവരാണെങ്കിൽ ചിലപ്പോൾ അവിടെ പറയാൻ സാധ്യതയുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, എനിക്ക് തന്നോളൂ, ഞാനെടുത്തോളാം എന്നൊക്കെ പറയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹവും അവിടെ പറയുന്നത്, ഇതിന് ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം, നിങ്ങളത് രണ്ടുപേരും സ്വീകരിക്കണം. എന്താണത്? അദ്ദേഹം രണ്ടുപേരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് മക്കളുണ്ടോ? അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അതെ, എനിക്കൊരു മകനുണ്ട്. മറ്റേ വ്യക്തി പറഞ്ഞു, എനിക്ക് ഒരു മകളാണുള്ളത്. അപ്പോൾ ഈ വിധികർത്താവ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ മകനെ കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്യിപ്പിക്കണം. അങ്ങനെ ആ സ്വർണം മുഴുവനും അവർ രണ്ടുപേർക്ക്, നിങ്ങളുടെ രണ്ടുപേരുടെയും മക്കൾക്ക് വേണ്ടി അത് ചെലവഴിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ കഴിയുന്നത് പ്രകാരം സ്വതക്ക നൽകുകയും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ വിധി രണ്ടുപേർക്കും അവിടെ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുകയും ചെയ്തു. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് സ്വഹീഹ് ബുഖാരി, മുസ്ലിം പോലെയുള്ള പ്രഗൽഭ കിതാബുകളിൽ തന്നെ നമുക്ക് കാണാം.
ഇതിൽ വലിയൊരു പാഠമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ സത്യസന്ധതയും വിശ്വസ്തതയും ഇന്നത്തെ കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ കാര്യം അത് തന്നെയാണല്ലോ. ദുനിയാവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും തിരിഞ്ഞു നോക്കൂല. പിന്നെ അവിടെ കുടുംബ ബന്ധമെന്നോ മറ്റേതെങ്കിലും വലിയ ബന്ധമെന്നോ ഒന്നും നോക്കൂല. അവിടെ ആർക്കും പിന്നെ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല. ആ അവസ്ഥ ഉണ്ടാവാതെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അദീം എന്ന് അള്ളാഹു തആല പറഞ്ഞതുപോലെ, അള്ളാഹുവിനെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏതൊരു വിഷയത്തിലും രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ മഗ്ഫിറത്തും വലിയ പ്രതിഫലവും അവർക്ക് അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞതുപോലെ, അങ്ങനെയുള്ള ഒരു വലിയ സത്യസന്ധത നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകണം എന്നുള്ളൊരു പാഠമാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമ്മയെല്ലാം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.